നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2026 ഫെബ്രുവരി മാസം 25-ാം തീയതി 1201 ആണ്ട് കുംഭമാസം 13-ാം തീയതി ബുധനാഴ്ച. ഇന്ന് ബുധനാഴ്ചയാണ്. ബുധൻ ശരിക്കു പറഞ്ഞാൽ പ്രവൃത്തികാരകനായ ബുധൻ്റെ ദിവസമാണ്. മാത്രമല്ല ഇന്നത്തെ ഉദയ നക്ഷത്രവും രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രം ശുഭനക്ഷത്രങ്ങളിൽ പെടുന്ന നക്ഷത്രമാണ്. നക്ഷത്രങ്ങളിൽ ഏറ്റവും നല്ല നക്ഷത്രങ്ങളിൽ ഒന്നാണ് രോഹിണി. അപ്പോൾ രോഹിണി നക്ഷത്രവും ശുഭദിനവും എല്ലാം കൂടി ചേർന്നിരിക്കുന്ന ദിവസം എന്ത് ശുഭകാര്യത്തിന് ഇറങ്ങിയാലും വിജയിക്കുന്ന ദിവസമാണ്. രണ്ടും ഒത്തു വന്നിരിക്കുന്ന നക്ഷത്രവും കൊള്ളാം, ദിവസവും കൊള്ളാം, അപ്പോൾ കാര്യങ്ങൾക്കും കൊള്ളാം. അതുപോലെ കുംഭമാസത്തിലെ രോഹിണി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ, ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ അനുകൂലപ്രദമായ ഒരു വർഷത്തെ പ്രദാനം ചെയ്ത് തന്നിട്ടുണ്ട്. എന്തൊക്കെ കാര്യത്തിന് കൊള്ളാം? ഉദ്യോഗമില്ലാത്ത ആളാണെങ്കിൽ ഉദ്യോഗം കിട്ടും. ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ ഉദ്യോഗ കയറ്റത്തിനോ വേറെ ജോലിക്കോ ശ്രമിക്കുക. അതേപോലെ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമാണ്, അല്ലെങ്കിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ അനുകൂലപ്രദമായ സമയമാണ്. പഠിക്കാൻ ശ്രമിക്കുന്നവർക്ക് പഠന കാര്യങ്ങൾക്ക് നല്ലതാണ്. ഉപരിപഠനത്തിന് ഏറ്റവും അനുകൂലപ്രദമാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇറങ്ങണം. ഒന്നിനും അറച്ചു നിൽക്കാതെ ഒരു വർഷത്തെ വിനിയോഗിക്കണം. ദുർവിനിയോഗം ചെയ്യരുത്. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാലത്തിന് പ്രാധാന്യം കൊടുക്കണം. 12 തൊട്ട് 1:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രാഹുകാലം ആരംഭിച്ചിരിക്കുന്നത് 12 മണിക്ക് തുടങ്ങത്തില്ല. 12:38 തുടങ്ങും. 2:06 വരെ രാഹുകാല സമയം. ഈ സമയം ശുഭ കാര്യങ്ങൾക്ക് യാത്ര തിരിക്കരുത്. ശുഭയാത്രയ്ക്ക് അനുകൂലപ്രദമല്ല. അതുപോലെ ഗുളികകാല സമയവും യമകണ്ഠ കാല സമയവും ഒരു ശുഭകാര്യങ്ങൾക്ക് എടുക്കരുത്. ഒരു ഗുളികൻ്റെ ബന്ധം വരണ സമയം, ശരിക്ക് 11:09 തൊട്ട് 12:38 വരെയും യമകണ്ഠ കാല സമയം വരുന്നത് 8:12 തൊട്ട് 9:41 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിന് നല്ലതല്ല. അതുപോലെ തന്നെ ഒരു ശുഭകാര്യത്തിനും ഈ സമയം നല്ലതല്ല. ഇവിടെ അഭിജിത്ത് മുഹൂർത്തം നോക്കുമ്പോൾ 12:14 തൊട്ട് 1:02 വരെ വരുന്ന സമയമാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ കാലഘട്ടം. അഭിജിത്തിൻ്റെ സമയം വളരെ അനുകൂലപ്രദമായ സമയമാണ്. എന്ത് ശുഭകാര്യത്തിനും നല്ലതാണ്. മുഹൂർത്തങ്ങളുടെ രാജാവാണ് അഭിജിത്ത്. അല്ലാതെ തന്നെ മുഹൂർത്തമുണ്ട് എങ്കിൽ പോലും അഭിജിത്ത് മുഹൂർത്തം 12:14 തൊട്ട് 1:02 വരെ. ഇടയ്ക്കൊരു 48 മിനിറ്റിൽ 4 മിനിറ്റേ കൊള്ളാതെയുള്ള 44 മിനിറ്റും അനുകൂലപ്രദമാണ്. അതുപോലെ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണവും കൂടി ശ്രദ്ധിച്ചോളുക. പച്ച കളറ്, പച്ച മിക്സായിട്ടുള്ളത്, പച്ച കളറിൻ്റെ അല്ലെങ്കിൽ കർച്ചീപ്പായിട്ടെങ്കിലും കയ്യിൽ കരുതുന്നത് ഭാഗ്യദായകമായ അവസ്ഥയ്ക്കിടവരും. എല്ലാവർക്കും ബുധഭഗവാന്റെ അനുഗ്രഹത്താൽ ഇന്ന് നല്ല ഫലങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.